കർത്താവിന്റെ പരിശുദ്ധമായ, എന്റെ ശബ്ദം ക്ലിയർ ആണല്ലോ അല്ലേ? കേൾക്കാം. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങള് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ ദാസൻ സുനിൽകുമാർ പറഞ്ഞ പോലെ IIT-യിൽ ഉള്ള ബന്ധത്തില് ഹിന്ദി പഠിക്കാനായിട്ട് ഒരു 6 മാസം ഡൽഹിയിലെ അന്തേരി മോഡ് മെഹ്റൂളി PG വരിസ് അവരുടെ ഇതിനകത്ത് ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചു. ഞാൻ ഇന്നലെയും കൂടെ ഓർക്കുകയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് നോർത്ത് ഇന്ത്യയിൽ ചെല്ലുന്നത്. സുനിൽകുമാർ പാസ്റ്റർ വളരെ രസകരമായിരുന്നു. പുള്ളിയോട് ഈ നല്ല ചൂട് കാലം അന്നത്തെ തമാശക്ക് പുള്ളി പറഞ്ഞു, ചൂട് കാലത്ത് മുട്ട കഴിച്ചാല് ചൂട് കുറഞ്ഞു കിട്ടും. ഞങ്ങൾ ഈ കുറച്ചു പേര് പോയി മുട്ട പുഴുകി മേടിച്ച് കഴിച്ച് അത് വയറെല്ലാം പോയതൊക്കെ ഓർക്കും. അങ്ങനെയുള്ള ഒത്തിരി രസകരമായ കാര്യങ്ങൾ. ഹിന്ദി പഠിച്ചത് ഞാൻ മറക്കത്തില്ല. ഞങ്ങളെല്ലാം മലയാളീസ് ആയിരുന്നു. ഞാൻ 3 മാസം കൊണ്ട് തന്നെ ഹിന്ദി പഠിച്ചെടുത്തു. ദൈവം അങ്ങനെ ഒരു കൃപ തന്നു. പഞ്ചാബിൽ പോയി, അവിടെയും ഞാൻ ഏകദേശം 3-4 മാസം കൊണ്ട് പഞ്ചാബി ലാംഗ്വേജ് പഠിച്ചു. കർത്താവിന്റെ കൃപയാൽ കഴിഞ്ഞ 27 വർഷം കർത്താവിന്റെ മഹത്വമുള്ള വേലയിലായിരിക്കുവാൻ ദൈവം സഹായിക്കും. പരസ്യയോഗത്തിന്റെ ഒരാളെ അല്ലായിരുന്നു. എന്നാൽ കേരളത്തിൽ വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു നിയോഗം ദൈവം തന്നു. ഇന്ന് സത്യം പറഞ്ഞാൽ കേരളത്തിൽ നിൽക്കാത്ത കവലകളില്ല എന്ന് വേണേൽ പറയാം. ആയിരക്കണക്കിന് കവലകളിൽ യേശുവിനെ ഉയർത്താൻ ദൈവം ഭാഗ്യം തന്നു. കോവിഡ് കാലത്ത് 2 വർഷം വെറുതെ പോയപ്പം 2021 നവംബറിൽ അന്ന് വലിയ ആത്മഭാരം തോന്നി. സൈക്കിളിൽ സുവിശേഷമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകണമെന്ന് തോന്നി. അങ്ങനെ രണ്ടുപേരെ കൂടെ കിട്ടി. അങ്ങനെ സൈക്കിൾ ചവിട്ടി, വർഷങ്ങൾക്ക് മുമ്പ് സൈക്കിൾ ചവിട്ടിയ പരിചയമേ ഉള്ളൂ. മോട്ടോർ സൈക്കിളും കാറിലും ഒക്കെ യാത്ര ചെയ്യുന്ന ആളാണ്. ബാക്ക് പെയിൻ ഉള്ള ആളാണ്. പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് കൃപയാൽ 3 മാസം കൊണ്ട് 14 ജില്ലകളിലൂടെ സൈക്കിളെ പോയി സുവിശേഷം പറയാൻ ദൈവം ഭാഗ്യം തന്നു. ഇന്നും കവലകളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ കരുണ നിങ്ങളുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. പാസ്റ്റർ സുനിൽകുമാർ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തിന് വലിയൊരു അസുഖങ്ങൾ വന്നതും ദൈവം കൊടുത്ത വിടുതലും ഒക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ നോർത്ത് ഇന്ത്യ വിട്ടിങ് വന്നു. അദ്ദേഹം ഇന്നും പൂനെയിലായിരിക്കുന്നതിൽ സന്തോഷമുണ്ട് ഒത്തിരി. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ സാക്ഷ്യത്തിനായിട്ട് പോകുന്നില്ല. ജസ്റ്റ് 1-2 കാര്യങ്ങൾ പറഞ്ഞ് നൽകിയ ഒരു നല്ല ചിന്ത നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കണമല്ലോ. ഈ സ്ലോട്ടിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യും. ഞാൻ ഇപ്പോൾ ഉള്ളത് പാസ്റ്റർ AK രാജൻ ഉണ്ടല്ലോ. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ സ്നേഹിതരാണ്. ഞാനിപ്പോ ഫോർട്ട് കൊച്ചിക്കടുത്ത് നസ്രത്ത് എന്നാണ് പ്രോപ്പർ സ്ഥലം. കഴിഞ്ഞ 12 വർഷമായിട്ട് ഇവിടെ ഒരു പൈനിയർ വർക്ക് പോലെ എടുത്ത് ചെയ്ത് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. 10-70-80 പേര് കൂടി വരുന്ന പിള്ളേരടക്കം. വാടകയ്ക്കാണ്, വലിയ റെന്റാണ്. നിങ്ങളുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. കർത്താവിന്റെ വേലയിൽ വീണ്ടും വളരും. കണ്ണൂരിന്റെ മണ്ണിലാണ് ജനിച്ചത്. ഇരിട്ടി എന്നൊക്കെ ഒരു പക്ഷേ ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്ക് അടുത്തുള്ള ഒരു മലയോര മേഖലയിൽ ജനിച്ചു വളർത്തപ്പെട്ടു. കുറെ സ്ഥലങ്ങളും സൗകര്യങ്ങളും ഒക്കെ അന്നേ ഉണ്ടായിരുന്നു. എൻ്റെ അപ്പൻ ഒരു ബിസിനസ്മാൻ ആയിരുന്നു. അദ്ദേഹം ധാരാളം സാമ്പത്തികം അന്നേ കൈകളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും താൻ തികഞ്ഞ മദ്യപാനി ആയതുകൊണ്ട് അതെല്ലാം തകർത്ത് തരിപ്പണമാക്കി കൂട്ടുകാരുമായി കൂടി മദ്യപിച്ച് അങ്ങനെ വീട്ടിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ലാതെ ക്രിസ്തീയ കുടുംബത്തിലൊക്കെ ജനിച്ചു വളർത്തപ്പെട്ടു. എങ്കിലും ഞാൻ എൻ്റെ ഒരു 5-ാമത്തെ വയസ്സിലൊക്കെ ആയപ്പോൾ പെന്തക്കോസ്തിലേക്ക് വന്നതാണ്. പക്ഷേ ബാല്യകാലം വളരെ വേദനാജനകമായിരുന്നു. സമാധാനവും സന്തോഷവും ഇല്ലാതെ ആ ഒരു അന്തരീക്ഷത്തിൽ ജീവിതം വേണ്ട എന്ന് പോലും വെച്ച സാഹചര്യങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. അവിടെ നിന്നെല്ലാം കർത്താവിന്റെ കൃപയാൽ ഇന്ന് യേശുവിനെ അറിഞ്ഞത് നിമിത്തം ഈ നിലയിലേക്ക് ദൈവം ഉയർത്തിക്കൊണ്ടുവന്ന് ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. പെട്ടെന്ന് നമുക്കൊരു ചിന്തയിലേക്ക് കിടക്കാം. എസ്ര എഴുതിയ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കും. എസ്ര 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. എസ്ര ഇങ്ങനെ ദൈവാലയത്തിന് മുമ്പിൽ വീണ് കിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയും
ഏറ്റുപറയുകയും ചെയ്തപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും പൈതങ്ങളുമായി ഇസ്രായേലിയരുടെ ഏറ്റവും വലിയൊരു സഭ അവന്റെ അടുക്കൽ വന്നുകൂടി. ജനവും വളരെ കരഞ്ഞു. ഈ ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥനയുടെ ആവശ്യകത ഒന്നുകൂടെ എനിക്ക് തോന്നുന്നു അതിശക്തമായി ഈ കാലഘട്ടത്തിൽ പറയേണ്ട ഒരു കാലം. ഇതിന്റെ പശ്ചാത്തലത്തിലേക്കോ അതിനെ വിശദമായിട്ട് പറയാനോ എൻ്റെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ പശ്ചാത്തലങ്ങളിലേക്കൊന്നും പോകാതെ, ഇസ്രായേൽ ജനം എന്നെല്ലാം പാപം ചെയ്തിട്ടുണ്ടോ അന്നെല്ലാം അവർക്ക് മടങ്ങി വരവിനായി ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പുരോഹിത വർഗത്തെ തന്നെയാണ്. അവർ എട്ടിലും വെണ്ണീരിലും ഇരുന്ന് പശ്ചാത്തപിച്ചപ്പോഴെല്ലാം ജനവും പശ്ചാത്തപിച്ചു. ഇതിൻ്റെ അകത്തെ ഒരു മെയിൻ ഘടകം മുന്നിൽ നിന്ന് നയിക്കുന്ന അഭിഷിക്ത ഗണത്തിന് ഒരു വലിയ പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുരോഹിത വർഗത്തിനൊരു വലിയ പങ്കുണ്ട്. ഇതൊരു വൺ വേ അല്ല, ഇത് മറിച്ച് ദൈവവുമായിട്ടുള്ള നമ്മുടെ അഭേദ്യമായ ബന്ധത്തിന് പശ്ചാത്തപിക്കുവാനും അനുദപിക്കുവാനും എല്ലാറ്റിനും മുന്നിൽ നിൽക്കേണ്ടത് പുരോഹിത വർഗമാണ്. പുരോഹിതന്മാർ ദൈവത്തിൽ നിന്നകന്നാൽ, പുരോഹിതന്മാർ ദൈവ തേജസ്സിൽ നിന്നകന്നാൽ ദൈവത്തിന്റെ ജനം എങ്ങനെ ദൈവത്തിങ്കിലേക്ക് അടുക്കും? സ്വാഭാവികമായിട്ടൊന്ന് ചിന്തിച്ച്, നോർമലായിട്ട് ചിന്തിച്ചു നോക്കി. ഞാൻ കുറ്റപ്പെടുത്തിയല്ല, ഞാൻ അടക്കമുള്ള പുരോഹിത വർഗത്തെ കുറിച്ച് പറയുക. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ജൽപ്പനമാകുന്ന കാലമാണ്. സ്തോത്രം. ഞാൻ പ്രസംഗിക്കുന്നത് ഒരു പ്രെയർ ലൈനിലാണെന്ന് എനിക്ക് നല്ല ബോധ്യം. പക്ഷെ പ്രാർത്ഥന അതിന്റെ ആധികാരികതയോടെ വെളിപ്പെടണമെങ്കിൽ, അതിന്റെ ശക്തിയിൽ വെളിപ്പെടണമെങ്കിൽ ആത്മാവിലായിരിക്കണം. സ്തോത്രം. ആത്മാവിൽ ആരായുകയും ആത്മാവിൽ മർമ്മങ്ങളെ തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥനാക്കാരനോട് സംസാരിക്കും. ഞാൻ ആ വേർഡ് ഒന്നുകൂടെ പറയുന്നു, പ്രാർത്ഥനാക്കാരനോടോ പ്രാർത്ഥനാക്കാരിയോടോ ഇടപെടും. അതിനകത്ത് വേറൊരു മർമ്മം എനിക്ക് മനസ്സിലാകുന്നില്ല. ആമേൻ. പ്രാർത്ഥിക്കുന്ന ആരോ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയോടാണ് ദൈവത്തിന് സംസാരിക്കാനുള്ളത്. സ്തോത്രം. അത് ഇന്ന വ്യക്തി എന്നില്ല, നേതാവെന്നില്ല. സ്തോത്രം. ആരുമാകട്ടെ, പ്രാർത്ഥിക്കുന്ന വ്യക്തിയോടാ ഇന്നും ദൈവത്തിന് ഇടപെടാനുള്ളൂ. ജീസസ്. പ്രാർത്ഥന ബലഹീന മനുഷ്യന്റെ ആയുധമല്ല. എൻ്റെ മെസ്സേജിന് ഒരു ഹെഡിങ് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇടാം: പ്രാർത്ഥന ഒരു ആയുധമാണ്. പ്രാർത്ഥന ഒരു ആയുധമാണ്. ശക്തമായ പ്രാർത്ഥനയ്ക്ക് മാത്രമേ ശക്തമായ നിയോഗങ്ങൾ കൊണ്ടുവരാൻ കഴിയൂ. ഒരു ഒഴുക്കൻ പ്രാർത്ഥനകൾ നമ്മുടെ തലമുറകളെ പോലും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് വാസ്തവമാണ്. ഞാൻ ഇതിനിടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടാറുണ്ട്, ധാരാളം. ഈ ഒരു കഴിഞ്ഞ ഒരൊറ്റ ആഴ്ചക്കുള്ളിൽ എൻ്റെ അടുത്ത് വന്നേക്കുന്ന ഒരു 3-4 കേസ് കെട്ടുകളാണ്. പെന്തക്കോസ്റ്റിലെ പിള്ളേർ പോലും വരുന്നുണ്ട്. സ്തോത്രം. ഡിപ്രഷനുകളായി മുന്നോട്ട് പോകാൻ കഴിയാതെ മാനസിക രോഗത്തിന് പോലും അടിമപ്പെട്ട് തകർച്ചയുടെ വക്കില. കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഒത്തിരി കേസുകൾ അങ്ങനെ വരുന്നുണ്ട്. കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നിരുന്ന് അല്ലെങ്കിൽ മൊബൈലിന്റെ അകത്ത് ഇരുന്നിരുന്ന് അവന്റെ സ്വാഭാവികമായ ചിന്ത പോവുക, ചിന്തിക്കാൻ കഴിയുന്നില്ല. പ്രാർത്ഥിക്കണം പാസ്റ്ററേ, പ്രാർത്ഥിക്കണം. ഇതൊരു പൈശാചിക തലമാണ്. സ്തോത്രം. സകല തലമുറകളെ ബന്ധിക്കുന്ന ഈ ഇത്യാദി കാര്യാദികളെ ജയിക്കാൻ നമ്മുടെ അറിവ് കൊണ്ട് മാത്രം കഴിയില്ല. പ്രാർത്ഥന അനിവാര്യമാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇടിവിൽ നിൽക്കാൻ, ഞാൻ കഴിഞ്ഞ ആഴ്ചയും കൂടെ ചർച്ച പറഞ്ഞു, ഇടിവിൽ നിൽക്കാൻ ഇന്നും ജനം വേണം. നിങ്ങൾ ചെയ്യുന്ന ചെറിയൊരു കാര്യമല്ല കേട്ടോ. കർത്താവിന്റെ ദാസനെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ആമേൻ ചിലർക്ക് വേണ്ടിയെങ്കിലും ഇടിവിൽ നിൽക്കുന്നല്ലോ, അത് ചെറിയ കാര്യമായി കാണരുത് ആരും. സ്തോത്രം. അതിന്റെ വലിയ ഫലം ഉണ്ടാവും. ആമേൻ. എല്ലാ കാലത്തും ദൈവം നോക്കുന്നത് ആരാധിക്കുന്നവനുണ്ടോ എന്നല്ല, പ്രസംഗിക്കുന്നവനുണ്ടോ എന്നല്ല,
എല്ലാ കാലത്തും ദൈവം നോക്കുന്നത് പ്രാർത്ഥിക്കുവാൻ, ഇടിവിൽ നിൽക്കുവാൻ, എന്റെ ജനത്തിനു വേണ്ടി, പുരോഹിത വർഗത്തിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി കരയാൻ ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. ഈ പ്രഭാതത്തിലും പരിശുദ്ധാത്മാവ് അത് തന്നെയാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥന ഒരു ജൽപ്പനമല്ലെന്ന് ഞാൻ പറഞ്ഞു. പ്രാർത്ഥന ഒരു ജൽപ്പനമല്ല. അങ്ങനെയെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുന്ന പരീശന്മാരായിരുന്നു, സദൂക്യരായിരുന്നു, ന്യായശാസ്ത്രിമാരായിരുന്നു. അവരെ ചെയ്യുന്നത് പോലെ നമ്മളാരും ചെയ്യുന്നില്ല. സ്തോത്രം. അവരുടെ ജീവിതം എത്രയോ കറക്റ്റായിട്ട് നോക്കിയാണ് അവർ പോയത്. അവർ മർമ്മങ്ങൾ നോക്കിയും അവര് വേദഗ്രന്ഥങ്ങൾ, അന്നുണ്ടായിരുന്ന വേദഗ്രന്ഥങ്ങളെ ആസ്പദമാക്കിയും ഒക്കെ ജീവിച്ചവരല്ലേ. സ്തോത്രം. അവർ കൃത്യതയോടുകൂടെ കർപ്പൂരം തൊട്ട് എല്ലാത്തിനും ദശാംശങ്ങളും വഴിപാടുകളും കൊടുക്കുന്നവരല്ലേ. പ്രൈസ് ഗോഡ്. അവരാഴ്ചയിൽ തോറും കൃത്യമായിട്ട് ഉപവാസം എടുക്കുന്നവരല്ലേ. പക്ഷെ അവരെ നിശിതമായിട്ടല്ലേ യേശു വിമർശിച്ചേ. ബാഹ്യമായിട്ടുള്ള പ്രകടനമോ പ്രകസനമോ ഉള്ള പ്രാർത്ഥന, മറിച്ച് അകത്തുനിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഹൃദ്യമായ വാക്കുകൾ, അത് വലിയ ഉച്ചാരണ ശക്തി ഒന്നും ഇല്ലെങ്കിലും ആമേൻ, എന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളെയാണ് ദൈവം പ്രസാദിക്കുന്നത്. സ്തോത്രം. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കം. ആത്മാവിലുള്ള പ്രാർത്ഥനയ്ക്ക് പ്രാസമൊന്നും വേണ്ട. സ്തോത്രം. ശാന്തരാധിയാൻ നമ്മുടെ വേദികളിലുള്ള പ്രാർത്ഥനയല്ല ഞാൻ ഈ പറയുന്നത്. കുടുംബ പ്രാർത്ഥനയെ കുറിച്ചും അല്ല ഞാൻ പറയുന്നത്. ആമീൻ. അതുപോലെ കോട്ടേജ് മീറ്റിങ്ങിന് 2 പേർ പ്രാർത്ഥിക്കാൻ പറയുന്ന പ്രാർത്ഥനയല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഞാൻ പറയുന്ന പ്രാർത്ഥന ദൈവവുമായിട്ട് എന്റെ പേഴ്സണൽ പ്രയറിനെ കുറിച്ചാണ്. ഞാനും ദൈവവുമായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന ഒരു തലത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. എന്റെ പ്രാർത്ഥനാ മുറിയിൽ കർത്താവുമായിട്ട് സംഭാഷിക്കുന്ന ഒരു ഇടമായി എന്റെ പ്രാർത്ഥന മാറിയ, ഓ യെസ്, ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഇടത്തേക്ക് ദൈവ ശബ്ദം കേൾക്കുന്ന ഒരിടമായി ഞാൻ മാറിയാൽ ഏത് സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ. നാളുകളിൽ ഇവിടെ ഒത്തിരി പേര് മോദിജി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ പ്രാർത്ഥിക്കണേ. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കത്തില്ല. മോദി മാറുമോ മാറാതിരിക്കുമോ അല്ല എന്റെ വിഷയം. സ്തോത്രം. മോദി മാറുമോ മാറാതിരിക്കുമോ, നാളെ വരുമോ നാളെ വരാതിരിക്കുമോ, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല സഹോദരങ്ങളെ. സ്തോത്രം. മോദിയല്ല, മോദിയേക്കാൾ വലിയവനായാലും ദൈവത്തിന്റെ പദ്ധതി പോലെ ഇത് പോകത്തുള്ളൂ. ഓ യെസ്, ആമേൻ. നാളുകളിൽ എന്ത് സംഭവിക്കുമെന്ന് കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഭരണാധികാരികൾ എന്ത് ചെയ്യുന്നു എന്നതിനെ ഓർത്ത് ആകുലപ്പെട്ടിരിക്കാതെ നമ്മുടെ ഇടകളിലെ പ്രാർത്ഥനക്കാർ ഒന്ന് എഴുന്നേൽക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന കുറവാണ്. നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ്. നാം പാപം ചെയ്യുന്നതാണ്. ഞാനടക്കമുള്ള പുരോഹിത വർഗം ദൈവത്തിൽ നിന്ന് അകന്ന് ഈ ധനമാർഗത്തിന് വേണ്ടിയും സമ്പാദ്യത്തിന് വേണ്ടിയും ഈ വക ജഡീകതയ്ക്ക് വേണ്ടിയും ആമേൻ ലൗകികതയ്ക്ക് വേണ്ടിയും പോയപ്പോൾ നമുക്ക് നഷ്ടമായത് പ്രധാനമായ ഒന്നാണ്. നമ്മുടെ ആത്മീയതയാണ്, പ്രാർത്ഥനാ ജീവിതമാണ്. അതാണ് നമ്മുടെ നഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ഞാൻ തുറന്നു പറയും. ഞാൻ ക്ലിയർ ആയിട്ട് വചനം പറയുന്നതാണ്. എന്നെ നാളെ വിളിക്കാതിരിക്കുകയോ എന്നെ സംബന്ധിച്ച ഒരു വിഷയമേ ക്ലിയർ കട്ടായിട്ട് ഞാൻ പറയും. ഞങ്ങളടക്കമുള്ള പുരോഹിതന്മാർ റെട്ടിലും വെണ്ണീരിലും ഇരുന്ന് കരയണം. ജനത്തെ മാത്രം പറഞ്ഞിട്ട് ഒരു കാര്യം കരയണം. അത്രയ്ക്ക് അതപ്പതിച്ചു പെന്തക്കോസ്ത്. ഒത്തിരി പുറകോട്ട് പോയി. നമ്മൾ മൂല്യച്യുതി സംഭവിച്ചു. ഇതിനകത്തൊരു നവോത്ഥാനം ഉണ്ടായേ പറ്റൂ. ഇതിൻ്റെ അകത്തൊരു മടങ്ങിവരം ഉണ്ടായേ പറ്റൂ. ഞാൻ പറയുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എസ്രയുടെ കാലഘട്ടത്തിൽ ജനം മര്യാദ കെട്ട് നടന്നപ്പോൾ, വിഗ്രഹത്തിന്റെ പുറകെ പോയപ്പോൾ, തോന്നിയ പോലെ ജീവിച്ചപ്പോൾ എസ്ര മുന്നിലോട്ട് വന്ന് കരയാൻ തയ്യാറായതുകൊണ്ടാ ജനവും സഭയായിട്ട് വന്നിരുന്ന് കരയാൻ തുടങ്ങിയത്. മനസ്സിലായോ? സ്തോത്രം. തോന്നിയ പോലെ നടക്കുന്ന പുരോഹിതന്റെ വിശ്വാസികൾ എങ്ങനെയായിരിക്കും? നമ്മളെല്ലാത്തിനും വിശ്വാസികളെ കുറ്റം പറയും. സ്തോത്രം. ദർശനമില്ലാത്ത പുരോഹിതന്റെ വിശ്വാസികൾ എങ്ങനെ ജീവിക്കും? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രസംഗമായിരിക്കത്തില്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്. വാഗ്ദത്വവും അനുഗ്രഹങ്ങളും ഇഷ്ടം പോലെ നിങ്ങൾ കേൾക്കുന്നവർ. എനിക്കതിന് നിയോഗമില്ല. എനിക്ക് പറയാനുള്ളത് പശ്ചാത്താപമാണ്, മടങ്ങി വരവാണ്, മാനസാന്തരമാണ്. ഓ യെസ്, പ്രാർത്ഥനാ ജീവിതത്തിലേക്കുള്ള ഒരു മടക്കമാണ് നമുക്ക് വേണ്ടത്. ഈ പ്രഭാതത്തിൽ എത്ര പേര് ഇത് അംഗീകരിക്കുന്നു എന്നുള്ളത് എനിക്ക് വിഷയവുമല്ല. ഏറ്റെടുക്കാൻ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവരിലേക്ക് ദൈവത്തിന്റെ ശക്തി പകൽ ദൈവത്തിന്റെ ആത്മാവ് അയക്കുക. ഹോളി സ്പിരിറ്റ്. കഴിഞ്ഞ ദിവസങ്ങളില് ഒരു പയ്യൻ 23 വയസ്സ് CA പഠിക്കുന്നവനാണ്. നല്ല ഒന്നാന്തരം ഒരു കുടുംബത്തിൽ പിറന്നു. പെന്തക്കോസിലെ ചർച്ച ഒന്നും പറയുന്നില്ല. സ്തോത്രം. വളരെ പ്രസിദ്ധമായ ചർച്ച് ഈ കേരളക്കരയിലെ അങ്ങനെയുള്ള ഒരു ചർച്ചിലെ മെമ്പറാണ്.
സ്തോത്രം. പിശാച് ബാധിച്ച് തകർന്ന് തരിപ്പണമായി. എത്രയോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി, വിടുതലില്ല. ആരോ എന്റെ നമ്പർ കൊടുത്തു, ഇവിടെ വന്നു. പ്രൈസ് ഗോഡ്. പിശാചിനെ ഇറക്കാൻ പോലും ദൈവദാസന്മാർക്ക് കഴിയുന്നില്ല. എന്തോ ശുശ്രൂഷ ചെയ്യുന്നേ? സ്തോത്രം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എനിക്ക് അധികാരം നൽകി യേശുവിന്റെ നാമത്തിൽ പിശാച് പോകുന്നില്ലെങ്കിൽ, അല്ലെ സുനിൽകുമാർ പാസ്റ്ററെ, നമ്മളൊക്കെ നോർത്ത് ഇന്ത്യകളിൽ ആമേൻ എത്രയോ ആയിരക്കണക്കിന് ഭൂതങ്ങളെ, അവിടെ പിന്നെ നോർത്ത് ഇന്ത്യയിലെ ഭൂതത്തിന് ഒരു ഗുണമുണ്ട്, അനുസരണമുള്ള ഭൂതമാണ്. കേരളത്തിലെ ഭൂതം അനുസരണക്കേടിന്റെ ഭൂതം. ഉള്ള വിശുദ്ധി അതിവിശുദ്ധി എല്ലാം കൂടെ കയറിയിരിക്കുകയല്ലേ. അല്ലേ ലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞ സത്യം. അവന്റെ അപ്പൻ വിശ്വാസിയാ, പക്ഷെ വിശ്വാസിയായിട്ടൊന്നുമല്ല ജീവിക്കുന്ന, പാസ്റ്ററേക്കാൾ വലിയ പാസ്റ്റർ. ആരെ അംഗീകരിക്കത്തില്ല. അതിവിശുദ്ധിയുടെ മാർഗത്തിലൂടെ നടന്ന് തലമുറയുടെ മേലെ വ്യാപരിക്കുന്ന ഈ ദുരാത്മാവിനെയെല്ലാം വെച്ചേച്ച് ആമീൻ സ്തോത്രം, ജീവിതത്തിൽ എങ്ങോട്ട് പോകാനാ? ഒന്നും ചെയ്യണ്ട, പ്രാർത്ഥിച്ചാ മതി, വിശുദ്ധിയിൽ നിന്നാ മതി, ട്രാക്റ്റും കൊടുക്കണ്ട, സുവിശേഷവും പറയണ്ട. കർത്താവിന് വേണ്ടി നിൽക്കാൻ എത്ര പേർക്ക് ഈ പ്രഭാതത്തിൽ നിയോഗമുണ്ട്? പ്ലീസ് ശാന്തരാധി. ഞാൻ വിടുന്നു, സമയം തീർ അല്പമേ ഉള്ളൂ. എനിക്ക് ആ ചിന്ത മുഴുവൻ നിങ്ങളോട് പങ്കുവെക്കണം. പ്രാർത്ഥന, ഞാൻ പറഞ്ഞല്ലോ, ബലഹീന മനുഷ്യന്റെ ആയുധം അല്ല പ്രാർത്ഥന. ആരും അങ്ങനെ ചിന്തിക്കരുത്. അയ്യോ ഞാൻ ബലഹീനനാണേ, അങ്ങനെയുള്ളവരുടെ ജീവിതം അത് അങ്ങനെയുള്ളവർ ചെയ്യേണ്ടതല്ല പ്രാർത്ഥന. ശക്തിയോടെ മനസ്സിന്റെ ഉടമയായിരിക്കുന്നവനാണ് പ്രാർത്ഥിക്കേണ്ടത്. വിശ്വാസമുള്ളവനാ പ്രാർത്ഥിക്കേണ്ടത്. സ്തോത്രം. മലകളെ മാറ്റുവാൻ വിശ്വാസം ഉണ്ടെങ്കിൽ പറ, മല പോവും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. പ്രാർത്ഥിച്ച ആമീൻ നമ്മുടെ പിതാക്കന്മാരൊക്കെ അവരെല്ലാം ശക്തരായിരുന്നു, ബലഹീനരല്ലായിരുന്നു. സ്തോത്രം. നമ്മളിപ്പോഴും ഉപയോഗിക്കുന്ന, കേരളക്കരയിലുള്ള വിശ്വാസികൾ ഉപയോഗിക്കുന്ന ഒരു പദമാ, അയ്യോ ഞാൻ പുഴുവാണേ, ബലഹീനനാണേ. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ ബലഹീനനല്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എല്ലാവരും പറഞ്ഞാട്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. എന്റെ കൂടെ യേശുവാ ഉള്ളേ, സകലത്തെയും ജയിച്ചവനാ. അവൻ ജയാളിയാ, പരാജിതനല്ല. എത്ര പേര് വിശ്വസിക്കുന്നു? ഞാൻ സേവിക്കുന്ന ദൈവം ആരെന്നുള്ള വെളിപ്പാട് കിട്ടിയവർക്കായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഞാൻ കഴിഞ്ഞ 2 ഞായറാഴ്ചകളിൽ ഞാൻ പ്രസംഗിച്ചത്, ശരിക്കും പറഞ്ഞ ഞാൻ കവലയെ പ്രസംഗിക്കുന്ന പ്രസംഗമാണ്, അല്ലെ കൺവെൻഷനുകളിൽ പ്രസംഗിക്കുന്ന പ്രസംഗം ഞാൻ ചർച്ചിനകത്ത് പ്രസംഗിച്ചു. ആദ്യം 2 ആഴ്ചക്ക് മുമ്പ് പ്രസംഗിച്ചത് യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന നമ്മുടെ തലമുറയിൽ നാം ഇത് പഠിപ്പിക്കണം ചർച്ചിനകത്ത്. അല്ലാണ്ട് ചുമ്മാണ്ട് ആമീൻ സ്തോത്രം, ആ പോരാട്ടമാണേ, ബന്ധനമാണേ, കെട്ടാണെന്ന് പറഞ്ഞിരുന്നാ പോരാ. തലമുറയ്ക്ക് കൈമാറണം യേശുവിനെ. ജീസസ്. ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച ചർച്ച പ്രസംഗിച്ചത് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യതയെ കുറിച്ചാ. അവൻ പാപരഹിതനായി ജനിച്ചതിൽ നിസ്തുല്യനായിരുന്നു. കവലയിൽ പ്രസംഗിക്കുന്ന അതേ പ്രസംഗം, അഥവാ കൺവെൻഷനുകളിൽ പ്രസംഗിക്കുന്നത് തലമുറയ്ക്ക് പകർന്നുകൂട്. നമ്മൾ അവിടെ ഇവിടെയും പറയുന്നുണ്ട്, നമ്മുടെ തലമുറയ്ക്ക് നാം എന്താണ് കൈമാറാനുള്ളേ? ജീസസ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ദൂത്? എനിക്കറിയില്ല. എന്റെ ശൈലി ഇങ്ങനെ കേട്ടോ. പ്രൈസ് ഗോഡ്. ക്ലിയർ കേട്ടായിട്ട് ഞാൻ പറയും. ആത്മാവിനിക്ക് തരുന്ന നിയോഗം ഞാൻ വിളിച്ചു പറയും. രക്തം ജയം. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവുള്ള ക്ലിയർ ആയിട്ട് പറയുകയാണ്, നമ്മുടെ ആഡംബരം വിട്ട്, നമ്മുടെ വലിപ്പം വിട്ട്, നമ്മുടെ മഹത്വം വിട്ട്. കൊർന്നല്യോസ് എത്രയോ മഹാനായിരുന്നു. അവനെല്ലാം വിട്ടേച്ച് താഴേക്ക് വന്ന്, അവനെ ദൈവത്തെ അറിയുന്നതിന് മുമ്പും ഭക്തനായിരുന്നു, ദാനധർമ്മം ചെയ്യുന്നവനായിരുന്നു, ദൈവത്തെ ഭയമുണ്ടായിരുന്നു, ദൈവ ശബ്ദത്തെ അനുസരിക്കുന്നവനായിരുന്നു. ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കുറേം കൂടെ അവൻ മാറ്റമാ വരേണ്ടത്. പക്ഷെ നമ്മുടെ ഇടയിൽ അങ്ങനെയല്ല കാണുന്നത്. ആമേൻ. ദൈവത്തെ അറിയുന്നതിന് മുമ്പ് ഈശോമിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും ആമേൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവര് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോ, നീ ആരടാ, ഞാൻ ആരടാ, പാസ്റ്ററേയും വെല്ലുവിളിച്ച് കമ്മിറ്റിക്കകത്ത് കസാരയെടുത്ത് തലക്കടിക്കുന്ന, നിന്നെയൊക്കെ ന്യായം വിധിക്കുന്ന ദിവസം വരാൻ പോകുന്നു. യെസ്. ദൈവശബ്ദം. സുനിൽകുമാർ പാസ്റ്റർ വിചാരിച്ചാണ്, അയ്യോ പറ്റിയൊരു സാധനത്തിനെ രാവിലെ വിളിച്ച് യേശുവിന്റെ നാമത്തിൽ രക്തം ചെയ്യും. കേരളക്കരയിലുള്ള പെന്തക്കോസുകാരെ മാനസാന്തര വേണ്ടേ? മാനസാന്തര വേണ്ട, അനുഗ്രഹമല്ല, മാനസാന്തരം. പറ, എത്ര പേർക്ക് നിയോഗമുണ്ട് മാനസാന്തരം പ്രസംഗിക്കാൻ? മടങ്ങി വരവിനെ കുറിച്ച് പറയാൻ എത്ര പേർക്ക് നിയോഗമുണ്ട്? സ്തോത്രം. ഈ പ്രഭാതത്തിൽ വളരെ ശക്തമായി ഞാൻ പറയും, പ്രാർത്ഥന ബലഹീന മനുഷ്യന്റെ ആയുധമല്ല, പ്രാർത്ഥന ശക്തിയേറിയ ആയുധമാണ്.
അത് കൈവശമുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. പ്രാർത്ഥനാ ജീവിതം കയ്യിലുണ്ട്, എന്റെ കയ്യിലുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്നും വിടുതലുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്നും സൗഖ്യമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന യേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. യെസ്, അതെ, ഞാൻ വിശ്വസിക്കുന്ന യേശു അവൻ മരിച്ചു മൺമറഞ്ഞ ദൈവമല്ല, അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാ. എന്നെ ജീവിപ്പിക്കാൻ കഴിവുള്ള ദൈവമാ. അവൻ ശക്തനായ ദൈവമാ. അവൻ അധികാരമുള്ളവനാ. സകല നാമത്തിനും മേലായ നാമമുള്ളവനാ. ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പ്രാർത്ഥന ചലിപ്പിക്കുന്ന പ്രാർത്ഥനയാ. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, മറ്റിതര മതങ്ങളിൽ വെച്ച് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി നമുക്കറിയില്ലേ? ആ പ്രാർത്ഥനകളെല്ലാം ഒരു കല്ലിനോടോ മുള്ളിനോടോ പറക്കാരിയോടോ ഒക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെയാണോ നമ്മുടെ പ്രാർത്ഥന? നാം പ്രാർത്ഥിക്കുന്ന ആരോടെന്നുള്ള വെളിപ്പാട് എത്ര പേർക്കുണ്ട്? ജീവനുള്ള ദൈവത്തെയല്ലേ നാം സേവിക്കുന്നേ? അങ്ങനെയെങ്കിൽ ആ പ്രാർത്ഥന ഇന്നും ചലിപ്പിക്കുന്ന പ്രാർത്ഥനയല്ലേ? ആ പ്രാർത്ഥനയ്ക്ക് വിടുവിക്കാൻ കഴിയില്ലേ? ആ പ്രാർത്ഥനയ്ക്ക് ബന്ധനങ്ങളെ പൊട്ടിച്ചു കളയാൻ കഴിയില്ലേ? ആ പ്രാർത്ഥനയ്ക്ക് പൈശാചികതകളെ തകർത്തെറിയാൻ കഴിയില്ലേ? ആ പ്രാർത്ഥനയ്ക്ക് മുന്നോട്ട് പോകാനുള്ള നിയോഗം നമുക്ക് നൽകാൻ കഴിയില്ലേ? വിശ്വസിക്കുന്നവരാൽ സകലതും നടക്കുമെന്നുള്ള വചനം ഏറ്റെടുക്കാൻ ഈ പ്രഭാതത്തിൽ എത്ര പേർക്ക് നിയോഗമുണ്ട്? വിശ്വസിക്കൂ, ദൈവം ഇന്നും വലിയവനാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച ദൈവത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഇന്നലകളിൽ പ്രവർത്തിച്ച അതേ ദൈവം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ സ്വഭാവത്തിന് മാറ്റമില്ല, പ്രകൃതത്തിന് മാറ്റമില്ല, ശൈലിക്ക് മാറ്റമില്ല. എവിടെയാ മാറിയത്? നമ്മളാ മാറിയത്. ഓ യെസ്, ഹോളി സ്പിരിറ്റ്. ഞാൻ മുന്നോട്ട് പോട്ടെ. മറിച്ച് ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസവും സമർപ്പണവുമുള്ള മനുഷ്യന്റെ ധീരവും ശക്തവുമായ ആയുധമാണ് പ്രാർത്ഥന. ഒന്നുകൂടെ ഞാൻ പറയാം, പ്രാർത്ഥന ബലഹീന മനുഷ്യന്റെ ആയുധമല്ല, മറിച്ച് ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസവും സമർപ്പണവുമുള്ള മനുഷ്യന്റെ ധീരവും ശക്തവുമായ ആയുധമാണ് പ്രാർത്ഥന. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. മറ്റുള്ളവർ സ്തോത്രം, പ്രാർത്ഥന നിങ്ങളുടെ ബലഹീനതയെന്ന് മറ്റുള്ളവർ കരുതുന്നുവെങ്കിൽ ആ ബലഹീനതയിൽ നിങ്ങൾ പ്രശംസിക്കണം. നിങ്ങളെക്കുറിച്ച് പറയാ, പ്രാർത്ഥന ആ മനുഷ്യന്റെ ഒരു ബലഹീനതയാണ്, ആ സഹോദരിയുടെ ബലഹീനത ആയിക്കോട്ടെ, അതിനകത്ത് പ്രശംസിക്കുവാനുള്ള മനസ്സ് കാണിക്കുക. വേറൊന്നുമല്ലല്ലോ, പ്രാർത്ഥിക്കുകയല്ലേ. പറയട്ടെ, രാവിലെ എഴുന്നൊരു പണിയില്ല എന്ന് പറയട്ടെ. സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ബലഹീനതയാണെന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ അത് നമ്മുടെ ശക്തിയാണെന്ന് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. പ്രാർത്ഥന സ്തോത്രം, നമ്മുടെ ശക്തിയേറിയ ഒരു തലമാണ് പ്രാർത്ഥന എന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തുതിക്കുന്നു. പ്രാർത്ഥന മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ആയുധമാണ്. നമ്മുടെ ആയുധം പ്രാർത്ഥനയാണ്. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകങ്ങളല്ല. കോട്ടകളെ ഇടിപ്പാൻ ശക്തമായ ആയുധം പ്രാർത്ഥനയാണ്. ആത്മാവിൽ പൊരുതി യുദ്ധം ചെയ്യുന്നവർക്കായി നെഹമ്യാവിന്റെ പ്രാർത്ഥന പെട്ടെന്നൊരു ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവന്ന. നെഹമ്യാവ് ദൈവശബ്ദം കേട്ട് ഇറങ്ങി 3-4 മാസത്തോളം കാത്തിരുന്ന് പ്രാർത്ഥിച്ചു, ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരുന്നു. ദൈവമായിട്ടെല്ലാം കരുതിക്കൊണ്ട് കൊടുത്തു. നെഹമ്യാവ് പണി തുടങ്ങി, മുന്നോട്ട് പോകുന്നു. സൻബല്ലത്ത്, തോബിയാവ്, അമോര്യര് തുടങ്ങിയ എല്ലാവരും എതിരായി. സ്തോത്രം. പണി മുന്നോട്ട് പോകുന്നു. പണി മുന്നോട്ട് പോകുന്തോറും ശത്രുതകൾ വർദ്ധിക്കുന്നു. പക്ഷെ നെഹമ്യാവ് ചെയ്തത് ആദ്യം അവൻ ചെയ്തത് പ്രാർത്ഥനയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. രാജാവിനോട് ആലോചന ചോദിക്കാൻ പോയില്ല, രാജാവിനോട് ആലോചന ചോദിക്കാൻ പോയി. സ്തോത്രം. നമ്മൾ പരാജയപ്പെടുന്ന എല്ലാം മനുഷ്യനോട് നോക്കുന്നു, മനുഷ്യന്റെ മുഖം നോക്കുന്നു, മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നു. നോ, കർത്താവിന്റെ മുഖം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ഞാൻ വിശ്വസിക്കുക, നെഹമ്യാവ് ആദ്യം പോയി രാജാവിനോട് തന്റെ ദുഃഖം പറഞ്ഞിരുന്നെങ്കിൽ മര്യാദയ്ക്ക് പോയി അവിടെ പോയി കാര്യങ്ങൾ നോക്കടാ, സ്തോത്രം, അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ അവിടെ ആളുണ്ടെന്ന് പറഞ്ഞ് അവനെ നിരുത്സാഹപ്പെടുത്തി വിട്ടേനെ. എന്നാൽ ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ രാജാവിനെ നെഹമ്യാവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവന് വേണ്ടുന്ന എല്ലാം ആസാഫിനോട് വനമന്ത്രിയോടും കൂടെ പറഞ്ഞ് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത ദൈവം അതിന്റെ പിന്നിൽ നെഹമ്യാവിന്റെ പ്രാർത്ഥനയാണ്. ഹലോ, ഏത് കാര്യത്തിനും കഴിഞ്ഞതിന് ശേഷമല്ല പ്രാർത്ഥിക്കേണ്ടത്, ഒരു കാര്യം വരുന്നതിന് മുമ്പാ പ്രാർത്ഥിക്കേണ്ടത്. പ്രശ്നം വന്നതിന് ശേഷമല്ല പ്രാർത്ഥിക്കേണ്ടത്, പ്രശ്നത്തിന് മുമ്പാ പ്രാർത്ഥിക്കേണ്ടത്. ആലോചന ചോദിക്കേണ്ടത് മനുഷ്യരോടല്ല, ദൈവദാസനോടും അല്ല. എന്നെ വിളിച്ച ദൈവത്തോടാണ് ആലോചന ചോദിക്കേണ്ടത്. സ്തോത്രം. ആലോചനയിൽ വലിയവനായ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് ജീവിക്കുന്ന ഒരുവൻ ലജ്ജിച്ചു പോകാൻ സമ്മതിക്കത്തില്ല. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, പ്രവാചകർ പരാജയപ്പെടും, പ്രസംഗകർ പരാജയപ്പെടും, പാസ്റ്റർമാർ പരാജയപ്പെടും, ഇടയന്മാർ പരാജയപ്പെടും, സുവിശേഷകന്മാർ പരാജയപ്പെടും, അപ്പോസ്തലന്മാർ പരാജയപ്പെടും. പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടത്തില്ല. ആമേൻ പറയാമോ? പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടില്ല.
കാരണം അവന്റെ മേൽ ദൈവത്തിന്റെ കൃപയുണ്ട്, അവന്റെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്, അവന്റെ മേൽ ദൈവത്തിന്റെ ആലോചനയുണ്ട്, അവന് ഹൃദ്യമായി ദൈവ ശബ്ദമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകലും പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് ആ ആത്മാവിൽ ഞാൻ കൈമാറുന്നു. പ്രാർത്ഥിക്കുന്നവരെ പരാജയപ്പെടില്ല. നാളുകളെ കുറിച്ച് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ഇവിടെ കാലാവസ്ഥകളെല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക. കേരളക്കരയിലെ കാലാവസ്ഥകളെല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നെനിക്കറിയാം, എന്തോ നാളെ സംഭവിക്കാൻ പോകുന്നു. ആമേൻ, ആമേൻ. എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നോ ഇല്ലയോ? നാളുകളിൽ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു. ഞാൻ വിശ്വസിക്കുന്ന എന്റെ കർത്താവിന്റെ വരവ. ഓ റാഖ ശാന്തനാദിയാന. ഇത് നാളെ മാറി മറിഞ്ഞാലും, ഇതെല്ലാം മാറി മറിഞ്ഞാലും ഒന്നെനിക്കറിയാം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞ പോലെ, ആമേൻ, എനിക്കറിയാം അവൻ എന്റെ ഉപനിധി, അവൻ അവസാനം വരെ എന്നെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ആകയാൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായ ഒരു ദൂത് കൈമാറുകയാണ്. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, മുന്നേറുക. പ്രതികൂലങ്ങളെ ചവിട്ടി, പ്രതിസന്ധികളെ ചവിട്ടി, നിന്റെ ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാത്ത സാഹചര്യങ്ങളെ ചവിട്ടിക്കളഞ്ഞുകൊണ്ട് ആത്മാവിൽ മുന്നേറാൻ ഈ പ്രഭാതത്തിൽ ആത്മാവ് ചില ദൂത് ചിലർക്കായി കൈമാറുക. ഇതിനകത്തിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാ. ആമേ, കാലങ്ങളെ ഭേദിക്കുന്നവരായി നിങ്ങൾ മാറണം. ആമേ, കാലചക്രങ്ങളെ ചവിട്ടിക്കളയുന്നവരായി നിങ്ങൾ മാറണം. നിങ്ങൾ മുന്നോട്ട് വഴി തുറക്കുന്നവരായി മാറണം. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് വഴി തുറക്കുന്നവരായി മാറണം. നിങ്ങളുടെ മേലൊരു അഭിഷേകമുണ്ടെന്ന് ഈ പ്രഭാതത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നു? എന്റെ തലയിടിൽ ഒരു അഭിഷേകമുണ്ട്, എന്റെ ശരീരത്തിൽ ഒരു അഭിഷേകമുണ്ട്, എന്റെ ആത്മാവിന്റെ ജീവിതത്തിൽ ഒരു അഭിഷേകമുണ്ട്, എന്റെ തലമുറയിൽ ഒരു അഭിഷേകമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന എന്നിലൊരു അഭിഷേകമുണ്ട്. ഞാൻ മുന്നോട്ട് പോകുമെന്ന് ആത്മാവിൽ പ്രവചിക്കാൻ കഴിയുന്ന എത്ര പേര് പകൽക്കാലം ഇതിനകത്തിരിപ്പുണ്ട്? അതിശക്തമായ ആത്മാവിൽ ഞാൻ ഈ ദൂത് നിങ്ങൾക്കായി കൈമാറും. രക്തത്താലും വചനത്താലും ജയമെടുക്കുക. പ്രാർത്ഥന നമ്മുടെ ശക്തിയാണ്. അതെ, പ്രാർത്ഥനയാണ് നമ്മുടെ ശക്തി. പണമല്ല, വാഹനങ്ങളല്ല നമ്മുടെ ശക്തി, വീടല്ല, സ്തോത്രം, ഒരുങ്ങിച്ചൊമഞ്ഞ് നടക്കുന്നൊന്നുമല്ല ശക്തി. സ്തോത്രം. പ്രാർത്ഥനയായിരിക്കണം പെന്തക്കോസ്തുകാരന്റെ ശക്തി. അതിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്റെ ശക്തി പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്ന എന്നിലേക്കാണ്. ഒന്നുകൂടെ ഞാൻ വ്യക്തമായി പറയാം, ഇവിടെ വലിയ പ്രഗത്ഭന്മാരെ കൊണ്ടുവന്നുമല്ല ഇനി നാളുകളിൽ കർത്താവ് ചെയ്യാൻ പോകും. അവരെയൊക്കെ ദൈവം മാറ്റി നിർത്താൻ പോവാ. സ്തോത്രം. സാധാരണക്കാരായ പ്രാർത്ഥിക്കുന്നവരിലൂടെ ആമേൻ, ഭൂതങ്ങൾ അലറി ഓടും. പ്രാർത്ഥിക്കുന്നവരിലൂടെ അത്ഭുതങ്ങൾ നടക്കും, മിറക്കിൾസ് നടക്കും. ദൈവത്തിന്റെ വലിയ വിടുതലുകളിലേക്ക് ദൈവം നിങ്ങളെ ഉപയോഗിക്കും. സ്തോത്രം. ആരും അറിയാതെ ഒരു സ്ഥലത്ത് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് താങ്കളെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അറിയാം, നിങ്ങളെ അറിയുന്ന ലോകം അറിയുന്നില്ലായിരിക്കാം. പ്രാർത്ഥിക്കുന്നവനെ ലോകം അറിയില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയും. സ്തോത്രം. വിശ്വസിക്കുവാൻ എത്ര പേർക്ക് നിയോഗമുണ്ട്? യെസ് ലോർഡ്. നോക്കണേ സഹോദരങ്ങളെ, പ്രാർത്ഥന പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. അതാണ് ഇവിടെ എസ്രാ ചെയ്തത്. പാപങ്ങളെ ഏറ്റുപറഞ്ഞു. പിശാചിനൊരിടം കൊടുക്കരുത്. ആമേൻ. പിശാചിന് ഇടം കൊടുക്കാത്ത പ്രാർത്ഥന. പിശാചിന് വാദിക്കാൻ ഒന്നും ഉണ്ടാകരുത്, പിശാചിന് പിടിക്കാൻ ഒന്നും ഉണ്ടാകരുത്, പിശാചിന് തടയാൻ ഒന്നും ഉണ്ടാകരുത്. സ്തോത്രം, സ്തോത്രം. ഇവിടെ അശുദ്ധിയെ, ഇവിടെ ജീവിതമില്ലായ്മയെ പിശാച് പിടിക്കരുത്. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തമ്മിൽ ഏറ്റുപറയണം. യെസ് ലോർഡ്. ഹല്ലേലൂയ. ആരോടെങ്കിലും കയ്പായിട്ട് ഇരിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കരുത് കേട്ടോ, വെറുതെയാ. ആമേൻ. കയ്പും വിദ്വേഷവും പകയും പിണക്കവും ജാരശങ്കയും ക്രോധവും ഈശയും തൊന്നവശവും ഭിന്നതയും സൂയയും വെറുക്കൂത്തും ഇതെല്ലാം വെച്ചേച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആര് കേൾക്കാൻ? ദൈവത്തിന് ആ പ്രാർത്ഥന വെറുപ്പാണ്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഇപ്പൊ നമ്മൾ പറയും പാപി എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ തോമാച്ചാനാ. ആമേൻ, സ്തോത്രം. അല്ല കേട്ടോ, തോമാച്ചാനേക്കാളും വലിയ വലിയ കട്ടിയുള്ള സാധനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പാപങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അതേ സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് മടങ്ങി വരണമെങ്കിൽ ആമേൻ, പാപങ്ങളെ ഏറ്റുപറയുവാൻ നമുക്ക് ഒരു മനസ്സുണ്ടാകണം. പഴുതടച്ച പ്രാർത്ഥന ജൽപ്പനമല്ല പ്രാർത്ഥന, ആത്മാവിൽ യുദ്ധമാ പ്രാർത്ഥന. സ്തോത്രം. സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന, വാതിലുകൾ തുറക്കുന്ന പ്രാർത്ഥന, അധികാരം കൈമാറ്റം നടത്തുന്ന പ്രാർത്ഥന. ഇനി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു നിർത്തുക. കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുന്ന പ്രാർത്ഥന, നമ്മെ റീസ്റ്റോർ ചെയ്യുന്ന പ്രാർത്ഥന, നമ്മെ കത്തിക്കുന്ന പ്രാർത്ഥന. യെസ് ആമേൻ. ഈ പ്രാർത്ഥനയിലേക്കാണ് ഞാൻ നിങ്ങളൊന്ന് ഉയർന്നു വരേണ്ടത്. വിശ്വസിക്കാൻ എത്ര പേർക്ക് ഈ പ്രഭാതത്തിൽ നിയോഗമുണ്ട്? യെസ്. നിങ്ങൾ സാധാരണ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ സാധാരണക്കാരല്ല എന്ന് ഈ പ്രഭാതത്തിൽ എത്ര പേർക്ക് പറയാൻ കഴിയും? പ്രാർത്ഥനയുടെ മർമ്മം തിരിച്ചറിഞ്ഞവൻ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരത്തില്ല.
പ്രാർത്ഥനയുടെ മർമ്മം തിരിച്ചറിഞ്ഞു. ഊറാബ ശാന്തനാദിയ, അവൻ തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ വരത്തില്ല കേട്ടോ. കാരണം ദൈവം അവനെ മുന്നോട്ട് കൊണ്ടുപോകും. പ്രാർത്ഥനയുടെ മർമ്മം. ഒരു ദൈവവേദന മറ്റൊരു മാർഗം അന്വേഷിക്കേണ്ടി വരുന്നില്ല. പ്രാർത്ഥിക്കുന്നവന് മറ്റൊരു വഴി നോക്കേണ്ട ആവശ്യം വരില്ല. കാരണം അവന് വേണ്ടി വഴി തുറക്കുന്ന മനുഷ്യനല്ല, അവന് വേണ്ടി വഴി തുറക്കുന്ന സ്വർഗത്തില് ദൈവമാ. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടില്ല. പ്രാർത്ഥന ചെന്നെത്താത്ത സ്ഥലമില്ല. പ്രാർത്ഥനയാൽ തുറക്കാത്ത വാതിലുകളില്ല. പ്രാർത്ഥന നമ്മുടെ ഏറ്റവും വലിയ ആയുധമാണ്. പ്രാർത്ഥന ഒരു പോരാട്ടമാണ്. പ്രാർത്ഥന ഒരു അപേക്ഷയാണ്. പ്രാർത്ഥന ഒരു യുദ്ധമാണ്. പ്രാർത്ഥന റീസ്റ്റോറേജ് ആണ്. പ്രാർത്ഥിക്കേണ്ടത് ദൈവഹിതത്തിനാണ്. ഓ യെസ്, കഷ്ടതയ്ക്ക് മുമ്പ്, വിടുതലിന് മുമ്പ്, മറുപടിക്ക് മുമ്പ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നവന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. മേലാൽ സംഭവിപ്പാനുള്ളത് പ്രാർത്ഥിക്കുന്നവനാണ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. യെസ്, സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ കമ്പി വാചകങ്ങൾ അതിനെ എല്ലാം കൂടെ ഒന്നിച്ച് നിങ്ങൾക്ക് ഒരു ദൂത്. കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. ബ്ലെസ്സഡ് ബി ദ നെയിം. ഒരു നിമിഷം നിങ്ങളായിരിക്കുന്നിടത്ത് ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ ഒരു